ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും തൃക്കാക്കരയ്ക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ലുക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 5 വില്ലകളോളം വരുന്ന ഒരു കൊച്ചു വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. എറണാകുളം സിറ്റിയിലെ ഏത് ഭാഗത്തു നിന്നും വളരെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വില്ല പണിതിരിക്കുന്നത്. ഇവിടെയുള്ള 5 വില്ലകളിൽ 3 വില്ലകളും 80% വർക്ക് തീർന്നപ്പോൾ തന്നെ ഓൾറെഡി സെയിലായി കഴിഞ്ഞു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് മാത്രമാണ് നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 4600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്ററും കുസാറ്റിലേക്ക് 2.5 കിലോമീറ്ററും വള്ളത്തോൾ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷനിൽ ഒരു പ്രീമിയം ലുക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ എലവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. ടെക്സ്ചർ ഡിസൈനും GI ട്യൂബൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിലും ഇവിടെ നമുക്ക് കാണാം. വില്ലയുടെ ഔട്ട്സൈഡിലായി ഒരു കോമൺ ഗേറ്റ് ആണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഗേറ്റ് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതുമാണ്. കോബിൾ സ്റ്റോൺസും ബാംഗ്ലൂർ സ്റ്റോണും മിക്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഗാർഡൻ വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പെബിൾ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വീടിന്റെ ചുറ്റുപാട് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. വാം കളറിലുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള നല്ല ലൈറ്റുകളും വീടിൻ്റെ ഫ്രണ്ടേജിലായി നൽകിയിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ നൽകിക്കൊണ്ട് വളരെ ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിനോട് തൊട്ട് ചേർന്ന് വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നതും നമുക്കിവിടെ കാണാം. തേക്കിൻ തറയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 2 പാളികളായി നൽകിയ മനോഹരമായൊരു മെയിൻ ഡോർ തന്നെ ഇവിടെ നമുക്ക് കാണാം. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കടന്നിരുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്രീമിയം ടൈലൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ മുകൾ ഭാഗത്തായി നൽകിയിരിക്കുന്ന ഡബിൾ ഹൈറ്റഡ് ഏരിയയും ഹാങ്ങിങ് ലൈറ്റുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയും ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ഷാൻലിയർ ഇവിടെയും നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് വലിയൊരു ഗ്ലാസ് പാർട്ടീഷനും ചെറിയൊരു ഡോറും കൊടുത്ത് കോർട്ട്യാർഡിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുണ്ട്. ഭംഗിയായി തന്നെ ഗാർഡൻ വർക്കൊക്കെ നൽകി ഇവിടെ ഒരു ഫൗണ്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിൽ നിന്നും വീടിന്റെ മുൻവശത്തെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനായിട്ടുള്ളൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിന്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു ക്രോക്കറി യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായും മറ്റൊരു കോർട്ട്യാർഡ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയും നല്ലൊരു ഗാർഡൻ വർക്കൊക്കെ നൽകി വാം കളറിലുള്ള LED ലൈറ്റുകളും കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായി ആണ്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇവിടെ കിച്ചൺ കബോർഡിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫേബർ ബ്രാൻഡിന്റെ ഒരു ചിമ്മിണിയും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഇവിടെ വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് വീടിന്റെ വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നത്. സീലിംഗ് അടക്കം വളരെ ഭംഗിയാക്കി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
സെമി ഫർണിഷ്ഡ് ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം നീളത്തിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള മോഡേൺ ലുക്കിലുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ മറ്റൊരു കോർണറിലായി വലിയൊരു മിററൊക്കെ കൊടുത്ത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ സീലിംഗും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് ഹിൻഡ്വെയർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് നൽകിക്കൊണ്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലും സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ വുഡൻ സ്റ്റെപ്പുകൾ നൽകിക്കൊണ്ടാണ് സ്റ്റെയർവേ പൂർത്തീകരിച്ചിരിക്കുന്നതും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ വളരെ മനോഹരമായൊരു ഷാൻലിയർ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിന്റെ ഭംഗിയൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിൽ തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. റൂഫ് ഭാഗം മുഴുവനായി തന്നെ വാർത്തുകൊണ്ടാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള എൻട്രൻസും നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ ബെഡ്റൂമിലേതുപോലെ തന്നെ ഒരു കിങ് സൈസ് കോട്ട് ഇൻബിൽഡായി നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ബെഡ്റൂമും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കോട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു മൂലയിലായി ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നൽകിയിരിക്കുന്ന 3 പാളികളുള്ള മനോഹരമായൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. മറ്റ് ബെഡ്റൂംസിൽ ഉള്ളതുപോലെ തന്നെ 3 പാളികളുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ടഫൻ ഗ്ലാസുകൾ കൊടുത്ത് വളരെ സേഫ്റ്റി ആക്കി തന്നെയാണ് ഇവിടെ ഹാൻഡ് റെയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ എലവേഷന് ഭംഗി കൂട്ടുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ റൂഫിൽ നൽകിയിരിക്കുന്ന ടൈലുകൾ. മൊറോക്കൻ ഡിസൈൻ ടൈൽസ് ആണ് ഇവിടെ ഫ്ലോറിലും നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.